അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ട് അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള അവൽ മിൽക്കാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള അവൽ മിൽക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ചൂട് കാലമല്ലേ, അപ്പോൾ അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയൊരു ടൈമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അവൽ മിൽക്കാണിത് കേട്ടോ. ഇത് ഞാൻ കടയിൽ ഉണ്ടാക്കണം അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നിരക്കടല ഒന്ന് ഇട്ട് കൊടുക്കാം. അത് വറുത്തെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഈ കടലൊന്ന് പൊട്ടി വരുന്നതാണ് കേട്ടോ അതിൻ്റെ പരുവം. പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ ഈ ഫ്ലെയിമിൻ്റെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നല്ല വറവായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അവൽ മിൽക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിരക്കടലയാണ്. നല്ല ടേസ്റ്റാണ് നമുക്ക് അവൽ മിൽക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്ലാക്ക് കസ്കസ് ഇല്ലേ, അതൊന്ന് കുതിർത്തെടുക്കണം. ഒരു ടീസ്പൂൺ ബ്ലാക്ക് കസ്കസ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരും. ഇതൊന്ന് കുതിർന്ന് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുപഴമാണ്. നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പഴം 2 കഷ്ണമാക്കിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പഴമൊക്കെ ഞാൻ തൊലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലോണം അടിച്ച് പതിപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുത്തു കൊടുക്കാം. ചെറുപായൊക്കെ നല്ല പഴുത്തതാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെയാണ് വേണ്ടത്. ആ ഐസ് ക്യൂബൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് വന്നിട്ട് ചെറുതായിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലാക്കരുത് കേട്ടോ, അപ്പോൾ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് പൊരിയവിലാണ്. ഇതിങ്ങനെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നല്ലൊരു കറുമുറാണ് നമുക്ക് കഴിക്കുമ്പോൾ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത പാൽ. ഇപ്പോൾ നമ്മൾ കണ്ടോ സീഡ്സൊക്കെ ബ്ലാക്ക് സീഡ്സൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് കുറച്ച് പാലും ഷുഗറൊക്കെ ഇട്ടിട്ടൊന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട് ഫീസറിൽ വെച്ചിട്ട്. ഐസ് ക്യൂബ് ആക്കി കണ്ട് എടുത്തതാണ്. ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ പഴം ഇതില്ലേ അതിൻ്റെ ആ മിക്സ് അതൊരു 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ 4 ഗ്ലാസ്സിനുള്ള ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ 2 ഗ്ലാസ്സിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പൊരിയവിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊരിയവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടോ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നിരക്കടല അത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള മിൽക്കില്ലേ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഐസ് ക്യൂബ് ഉണ്ടല്ലോ, പാലും ഷുഗറും മിക്സ് ആക്കിയിട്ടുള്ള ഐസ് ക്യൂബ് അത് ഇട്ട് കൊടുക്കുക. അതൊക്കെ ക്രഷ് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സീഡ്സ് ഇട്ട് കൊടുക്കുക. കസ്കസിൻ്റെ ബ്ലാക്ക് സീഡ്സ് ആണത്. അതൊന്ന് കുതിർത്തത് ഇട്ട് കൊടുക്കുക. ഇനി പൊരി അവൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും ഐസിൻ്റെയൊക്കെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് സ്റ്റെപ്പായി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുക. എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഒരുപോലെ ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകൾക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് നല്ല തണുപ്പുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. ഇങ്ങനെ ഐസ് ക്യൂബ് ഉണ്ടാക്കിയാൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് കിട്ടുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കും പൊരി അവലിട്ട് കൊടുക്കുക. ഈ സീഡ്സ് ഇനി ഏതുണ്ടാക്കി ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്, ഹോം മെയ്ഡ് ആയിട്ടുള്ള വാനില ഐസ്ക്രീമാണ്. ഈ ഐസ്ക്രീം കുറച്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഐസ്ക്രീമിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇതിലിടുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ, വാനില ഐസ്ക്രീം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഗ്രീനും റെഡും ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളർഫുള്ളാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേപോലെയുള്ളൊരു അവൽ മിൽക്കാണിത്. കാണുമ്പോൾ തന്നെ മക്കൾക്കൊക്കെ അത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റുമാണ്, നല്ലൊരു കളർഫുള്ളുമാണ്. ഇനി ഒരു ചെറി വെച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ അടിപൊളി അവൽ മിൽക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്, നല്ല കളർഫുള്ളും ആയിട്ടുള്ള അവൽ മിൽക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. താങ്ക് യു.